ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ബജറ്റ് അവതരണം നടത്തി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ബഡ്ജറ്റ് അവതരണം നടത്തി. 31,28,91,687 രൂപ വരവും 31,95,665 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അവതരിപ്പിച്ചത്. കാര്യപുരുഷ കരയുന്ന ലക്ഷ്യം സമ്പദായത എന്ന ചാണക്യനീതിയിലെ സമ്പദ് വ്യവസ്ഥയെ കാവ്യം മുദ്രിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ജില്ലാതിരുടെ സുസ്ഥിര വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളുടെ ആകാശത്തിലേക്ക് ഒരു കിളിവാതിൽ കൂടി തുറന്നിട്ടുകൊണ്ട് മറ്റൊരു സാമ്പത്തിക വർഷത്തെ കൂടി നമ്മൾ വരവേൽക്കുകയാണ്. മുൻവർഷത്തെ പദ്ധതികൾ അടിസ്ഥാനപ്പെടുത്തിയും നിർബന്ധിതമായി വകയിരുത്തേണ്ട മേഖലകൾ ആവശ്യമായ വകയിരുത്തലുകളും ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമായ പദ്ധതികളും ഉൾപ്പെടുത്തി പരിമിതികളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് സംസ്ഥാന ഗ്രാന്റുകളും തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും മറ്റ് വരുമാന മാർഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കല്പിക കണക്കുകളും ഊതിപ്പെരുപ്പിച്ച വരവ് ചെലവ് കണക്കുകളും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ വിജയകരവും ഫലപ്രദവുമായി നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളും തുടരുന്നതോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനും തുക വകയിരുത്തുന്നതിന് പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. വികേന്ദ്രീകൃത ആസൂത്രണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പ് ലക്ഷ്യം വെച്ച് വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സമസ്ത ജനവിഭാഗത്തെയും ചേർത്ത് നിർത്താൻ ഈ ബജറ്റിന് സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടെ ബജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കട്ടെ. CPIM അംഗം KP ഉമാശങ്കർ ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണെന്ന് ആരോപിച്ചു. പഞ്ചായത്തിനകത്ത് സ്ഥിരമായി ഇപ്പോൾ ഒരു കൃഷി ഓഫീസർ ഉണ്ട് എന്ന് പോലും ബഡ്ജറ്റ് തയ്യാറാക്കുന്നവർക്ക് അറിയുന്നില്ല. കൃഷി ഓഫീസർ ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ ഇപ്പൊ ചാർജല്ല, സ്ഥിരമായി കൃഷി ഓഫീസർക്ക് ഉണ്ട്. അപ്പൊ ഒരു ശ്രദ്ധയുമില്ലാതെ ഓരോ വർഷവും പഴയ പുസ്തകം എടുത്ത് പുതിയ ചട്ടയും അതിൽ പുതിയ 4 കവിവചനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു കണ്ടിട്ട് മാത്രമാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടി മാത്രമാണ് അഭിനന്ദാർഹമെന്ന് BJP അംഗം K ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് ഭരണസമിതി പ്രഹസനം നടത്തുകയാണെന്നും ഇടതു വലത് മുന്നണികൾ ഭരണസമിതിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളെ അസൂയയോടെ നോക്കിക്കാണുകയാണെന്ന് BJP അംഗം സ്മിത സുകുമാരൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ നവീകരണം ഉൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ചു. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തികച്ചും അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തിരുവില്ലാമലക്കാരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ 2 മുന്നണികളും കൈകോർത്തുകൊണ്ട് കൃത്യമായി വളരെ കാര്യക്ഷമമായി ഭരണം മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ ഭരണസമിതിയെ താഴെ ഇറക്കാനുള്ള കൂട്ടുപിടിച്ചത്. ബജറ്റിനെ സ്വാഗതം ചെയ്ത് ഭരണപക്ഷ അംഗങ്ങൾ പോലും സംസാരിച്ചില്ലെന്നതും ശ്രദ്ധേയമായി. പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ വൈസ് പ്രസിഡന്റ് മുൻ ഭരണസമിതിയുടെ കഴിവുകേടുകളാൽ നടപ്പിലാക്കാൻ വൈകിപ്പോയ പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു. ബഡ്ജറ്റ് അവതരണം ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഉദയൻ പറഞ്ഞു. അംഗങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ സമ്പൂർണ്ണ ബഡ്ജറ്റുമായി മുന്നോട്ടു പോകുമെന്നും ഉദയൻ പറഞ്ഞു.